السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട അദ്ദഅവ ഇസ്ലാമിക് മീഡിയ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അതിപരിശുദ്ധമായ വിജ്ഞാനവേദിയിലെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പുണ്യമായ റമദാൻ ഷരീഫ് നമ്മോട് വിടമറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മുടെ നാടുകളിൽ അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്ന ആ സലാമിന്റെ ധ്വനികൾ, അതിന്റെ ശബ്ദങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള പള്ളികളിലൊക്കെയും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പഴയകാലം മുതൽക്ക് തന്നെ നബാത്തിയാഹത്ത് പോകുന്ന ഖത്തീബുമാരൊക്കെയും പുണ്യമായ റമദാൻ ഷരീഫിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച പറയുന്ന ഖുതുബയിൽ ഉച്ചരിക്കുന്നൊരു വാചകമാണ് പരിശുദ്ധമായ റമദാനിനെ വിട പറഞ്ഞുകൊണ്ടുള്ള സലാം. അവരുടെ മനസ്സുകൾക്ക് സങ്കടമാണ്. ഒരു ചെറിയ കുട്ടിയെ, ഒരു പിഞ്ചു പൈതലിനെ അതിന്റെ മാതാവിന്റെ മാറുവിടത്തിൽ നിന്ന്, അത് അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മാറുവിടത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ എത്രമാത്രം ആ കുട്ടിക്ക് സങ്കടമുണ്ടാകും. അതിനേക്കാൾ വലിയ ഒരു സങ്കടമാണ് സത്യവിശ്വാസിക്ക് പുണ്യമായ റമദാൻ ഷരീഫ് വിട പറഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന സങ്കടം. ഇനി ഒരിക്കൽ കൂടി ആ പുണ്യ റമദാൻ വരാനും വയ്യ. പക്ഷേ ഈ സമയത്ത് നൊമ്പരപ്പെടുന്ന മനസ്സുമായി പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു എന്നും ഹയ്യാണ്. അള്ളാഹുവിന് ഒരു വിടപറച്ചിലില്ല. അള്ളാഹു നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും ആ റബ്ബിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ പുണ്യമായ റമദാനു ഷരീഫുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്താലും ആ റമദാനുകളെ കൊണ്ടുവരുന്ന റബ്ബിന് നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു അഭാവമില്ല, ഒരു അപ്രത്യക്ഷമാകുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ ആ പുണ്യമായ റമദാനിൽ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇനിയും ആ ദുആ, ആ പ്രാർത്ഥന ആവർത്തിച്ചു കൊണ്ടിരിക്കുക, അതാണ് ഒരു സത്യവിശ്വാസിക്ക് ആവശ്യമായിട്ടുള്ളത്. പുണ്യമായ റമദാൻ ഷരീഫിന്റെ ഓരോ ദിനങ്ങളിലും കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന നളറല്ലാഹു ഇലാ ഖൽഖിഹി. പുണ്യമായ റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിലേക്ക് റബ്ബിന് ഒരു നോട്ടമുണ്ട്. ഇദാ നളറല്ലാഹു ഇലാ അബ്ദിൻ ലം യുഅസിബുഹു അബദാ. ആ പുണ്യമായ ദർശനത്തിന്റെ ഭാഗ്യം കിട്ടിയ ആരുണ്ടോ അവർക്കൊന്നും തന്നെ ഒരിക്കലും അല്ലാഹു തആല ആ ആളുകളെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. മാത്രമല്ല റബ്ബ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലില്ലാഹി ഫീ കുല്ലി യൗമിൻ അൽഫ് അതീഖ് മിനൻ നാർ. ദിനേന ദശലക്ഷക്കണക്കിന് ആളുകളെ, 1 മില്യൺ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സ്വഭാവം അള്ളാഹുവിനുണ്ട്. അൽഫ് എന്നൊക്കെ പറയുന്നത് ഒരു കൂടുതൽ വർധനവിന്റെ ഒരു പദമാണ്. അത് ദശലക്ഷം എന്നോ മില്യൺ എന്നോ അതിന് അർത്ഥമില്ല. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് എന്നൊക്കെ അതിനർത്ഥം വെക്കാം. കാരണം ആ നിലക്കുള്ള പദപ്രയോഗം പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും നമുക്ക് ധാരാളം കാണാറുണ്ട്. 70 മറ, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന പ്രയോഗം ഖുർആനിൽ കാണാം. അതുപോലെ ഹദീസുകളിലും കാണാം. അതിന് കുറെ കൂടുതൽ എന്ന അർത്ഥത്തിനാണ് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അപ്പോ കോടിക്കണക്കിന് ആളുകളെ ദിനേനെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ റമദാനിന്റെ പകലുകളിലും രാത്രികളിലുമായി. അതേസമയം ഫൈദാ കാനത ലൈലത 29ാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ, അഥവാ റമദാനിന്റെ 30ാമത്തെ രാത്രി 29 അസ്തമിക്കുന്ന രാത്രിയായി കഴിഞ്ഞാൽ ആതഖല്ലാഹു ഫീഹാ മിസ്ല ജമീഇ മാ ആതഖ ഫിശ്ശഹരി കുല്ലിഹി.
പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ഓരോ ദിനങ്ങളിലും എത്തുക ചൊല്ലിയതിന്റെ അത്ര എണ്ണം, ഓരോ ദിനത്തിലും ദശലക്ഷക്കണക്കിന് ആളുകൾ എത്തുക ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അത്രയും എണ്ണം, ആ 29 ദിവസവും എത്തുക ചൊല്ലിയ അതിന്റെ ആ കണക്ക്, ടോട്ടൽ കണക്കനുസരിച്ച് 29ാമത്തെ രാത്രിയിൽ അഥവാ 30ാമത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പുണ്യമായ റമദാൻ ഷരീഫ് വിടവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയം അല്ലാഹു തആല ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, ബ്രില്യൺ കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് എന്നേക്കുമായി മോചിപ്പിക്കുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മുടെയൊക്കെ പേരുകൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന, എന്ന് വ്യാകുലപ്പെടേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ അവസരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം, ഞാൻ കുറെ ഖുർആൻ ഓതിയിട്ടുണ്ട്, ധാരാളം ഖത്മുകൾ ഞാൻ ഓരോ റമദാനിന് തീർത്തിട്ടുണ്ട്, കുറെ തഹജ്ജുകൾ നിസ്കരിച്ചിട്ടുണ്ട്, കുറെ ഔറാദുകൾ നാം അധികരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ അതിലൊന്നുമല്ല കാര്യം. അതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഭീതി, എന്ന പേടി, എന്ന ഭയം, എന്ന ആ ആകുല ചിന്ത നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ലാ തഹ്തമൂ ലിഖില്ലത്തിൽ അമൽ വഹ്തമൂ ലിൽ ഖബൂൽ. നിങ്ങൾ വളരെ കുറച്ചേ അമൽ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും, ഞാൻ കുറച്ചേ അമൽ ചെയ്തിട്ടുള്ളൂ, ആ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. പിന്നെ നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ടെൻഷൻ എന്താണ് വേണ്ടത്? വഹ്തമൂ ലിൽ ഖബൂൽ, ഞാൻ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ആ ടെൻഷനാണ്, ആ ഭീതിയാണ് ഉണ്ടാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. കാരണം അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സൂറത്തുൽ മാഇദയിലെ 27ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക, ഇബാദത്തുകൾ സ്വീകരിക്കുക ആരിൽ നിന്ന് മാത്രമാണ്? മുത്തഖീങ്ങളായ ആളുകൾ, അഥവാ സൂക്ഷ്മാലുക്കളായ ആളുകൾ, അല്ലാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുക, അല്ലാഹു തആലയെ അറിഞ്ഞു ഭയപ്പെടുന്ന ആളുകൾ, അവരാണ് മുത്തഖീങ്ങളായ ആളുകൾ. ആ മുത്തഖീങ്ങളായ ആളുകളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ സ്വീകരിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ മുത്തഖീങ്ങളായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയുണ്ടായി, തഖ്വ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തഖ്വ എന്ന് ഉദ്ദേശിക്കുന്നത് അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. അതാണ് തഖ്വയുടെ അർത്ഥം. അഥവാ തഖ്വയ്ക്ക് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു നൽകിയ വ്യാഖ്യാനം അതാണ്. അൽ ഖൗഫു മിനൽ ജലീൽ, ലോകരക്ഷിതാവായ റബ്ബിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവുക. വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം ഉണ്ടാവുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, പരലോക യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഇങ്ങനെയുള്ള ആൾക്കാണ് തഖ്വ ഉള്ള ആള് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല അമലുകളെ സ്വീകരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മോട് ഊതിത്തരുകയാണ്. ആ തഖ്വ ഊട്ടിയുറപ്പിക്കുവാനും ആ തഖ്വ ജീവിതത്തിൽ വളർത്തുവാനും വർദ്ധിപ്പിക്കുവാനുമാണല്ലോ പരിശുദ്ധമായ റമളാൻ ഷരീഫ് ഓരോ സത്യവിശ്വാസിക്കും സമ്മാനിച്ചു പോയിട്ടുള്ളത്. പുണ്യമായ റമളാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ അതിഥിയായ നാം ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് വന്നിറങ്ങി നമുക്ക് തഖ്വ ബോധം വളർത്താനായിരുന്നു. തഖ്വയുടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടാണ് ആ പരിശുദ്ധമായ അതിഥി നമ്മിൽ തിരിച്ചു പോകുന്നത്. പക്ഷേ ആരുടെയൊക്കെ മനസ്സുകളിലാണ് ആ തഖ്വ ബോധം വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ ആരുടെയൊക്കെ ഹൃദയങ്ങളിലാണ് അധികമാക്കിയിട്ടുള്ളത് എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ടൈമുകൾ. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങളായ ആളുകളൊക്കെ പുണ്യമായ റമളാൻ ഷരീഫ് വിടവാങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വരെയും അവർ പടച്ചവനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. പടച്ചവനെ, ഞങ്ങൾ നോറ്റ നോമ്പുകളൊക്കെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണമേ എന്ന്. പിന്നീട് 6 മാസം കഴിഞ്ഞാൽ അടുത്ത 6 മാസം വരെയും അവരുടെ പ്രാർത്ഥന അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ എന്ന ദുആയാണ്.
അപ്പൊ അതുകൊണ്ട് നാം വളരെ കൂടുതൽ അമൽ ചെയ്തിട്ടില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്ന ടെൻഷനല്ല നമുക്ക് വേണ്ടത്. ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്തയും ഒന്നൊരു ദുഃഖവും ആ ടെൻഷനുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ചെയ്ത അമലുകളൊക്കെ അള്ളാഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അത് റുജൂഇ ഇല ദംബി ബഅദ ത്വാഅ ഒരു തെളിവാണ്. എന്ത്? വഴിപാടിന് ശേഷം പിന്നെ തിന്മയിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളത് ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവാണ്. ഈ പുണ്യമായ റമളാൻ ശരീഫ് 30 എണ്ണവും നാം നോറ്റു. ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ അതുപോലെ ചൂടേറിയ ദീർഘമായ പകലുകളിലാണ് ഈ നോമ്പുകളൊക്കെ നാം അനുഷ്ഠിച്ചത്. സ്വാഭാവികമായും ശാരീരികമായ ഒരുപാട് ത്യാഗമായിരുന്നു അത്. ദാഹവും വിശപ്പും അതുപോലെ തന്നെ ദേഹേച്ഛകളുടെ നിയന്ത്രണങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് ത്യാഗസമ്പൂർണമാണല്ലോ പുണ്യമായ നോമ്പുകൾ. അതൊരിക്കലും ലാഘവത്തോടുകൂടെയോ അല്ലെങ്കിൽ എളുപ്പമായി ചെയ്യുന്നതോ ആയ വിഷയങ്ങളല്ല. പക്ഷെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ അമലുകളൊക്കെ അള്ളാഹു പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന പേടി നമുക്കുണ്ടാകണം. ആ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇനി തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളത്. തിന്മകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അത് വളരെയധികം ഖേദകരമാണ്, വളരെയധികം ദുഃഖകരവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഒരു പരാജയവുമാണ് എന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആകുന്ന സൂഫി വര്യൻ പറയുകയുണ്ടായി, മൻ ഇസ്തഗ്ഫറ ബിലിസാനിഹി വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദ്. ഒരു മനുഷ്യൻ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നുണ്ട്, അതേസമയം അവന്റെ ഹൃദയമാണെങ്കിൽ ഇനിയും തെറ്റ് ചെയ്യണമെന്ന ചിന്ത അവന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചിട്ടുമുണ്ട്. ഇസ്തിഗ്ഫാർ അവൻ അധികരിപ്പിക്കുന്നു, എന്നാലോ വീണ്ടും ചാൻസ് കിട്ടിയാൽ ഇനിയും തെറ്റ് ചെയ്യണമെന്നാണ് അവന്റെ മനസ്സിലുള്ളത്. പക്ഷേ നാവ് കൊണ്ട് മാത്രമേ അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുള്ളൂ. വഅസ്മുഹു അയ്യർജിഅ ഇലൽ മഅസിയതി ബഅദ അശ്ശഹരി വയഊദ്. ഈ പുണ്യമായ റമളാൻ അങ്ങോട്ട് കഴിയട്ടെ, ഇനി എന്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുമെന്ന ആ ദൃഢമായ നിശ്ചയം തന്നെയാണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ ഫസൗമുഹു അലൈഹി മർദൂദ്. അവന്റെ നോമ്പ് അപ്പോൾ തന്നെ അവനിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. യാതൊരുവിധ മറുപടിയും അതിനുണ്ടാവുകയില്ല, യാതൊരുവിധ ജസാവും സവാബും അവന് കിട്ടുകയില്ല. ആ സമയത്ത് തന്നെ അവന്റെ നോമ്പ് അവനിലേക്ക് തന്നെ റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്. മാത്രമല്ല വബാബുൽ ഖബൂൽ ഫീ വജ്ഹിഹി മസ്ദൂദ്. അവന്റെ ആ നോമ്പിന്റെ ആ സ്വീകാര്യത അവന്റെ മുഖത്തേക്ക് തന്നെ തിരിച്ചടിപ്പിക്കുന്നതാണ്. അതൊരിക്കലും അതിന് ജവാബ് കിട്ടുകയില്ല, അതിന് സ്വീകാര്യത ഉണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അത് മാത്രമല്ല അൽ വജ്ലു മിൻ അദമി ഖബൂൽ മിൻ അദമി ഖബൂലിൽ അമൽ. മറ്റൊരു ലക്ഷണം എന്താണ്? മനുഷ്യന്റെ ഈ അമലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു നോമ്പ് സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇബാദത്തുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ പറയുക, അവന്റെ ലക്ഷണം എന്താണ്? മിൻ അദമി ഖബൂലിൽ അമൽ അൽ വജ്ലു മിൻ അദമി ഖബൂലിൽ അമൽ. അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ലയോ എന്ന ഒരു ലജ്ജ അവനുണ്ടാകണം. ഒരിക്കലും അവന്റെ അമലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തീരുമാനിക്കാൻ അവനായിട്ടില്ല. അതേസമയത്ത് അള്ളാഹു അമലുകളൊക്കെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇഖ്ലാസ് അതോടൊപ്പം അമലുകളോടൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യന്റെ അമലിനെയും പാഴാക്കുന്നവനല്ല. ഒരു മനുഷ്യന്റെ പ്രയത്നവും ത്യാഗങ്ങളൊന്നും അള്ളാഹു തആല വൃഥാവിലാക്കുകയില്ല. പക്ഷേ ചെയ്യുന്ന അമലുകളോടൊപ്പം എന്ത് വേണം? തഖ്വാബോധം വേണം. അഥവാ അള്ളാഹുവിനാണ് അവൻ ഇബാദത്ത് എടുക്കുന്നത് എന്ന ചിന്ത അവനുണ്ടായിട്ടുണ്ടെങ്കിൽ, ആ നിലക്കുള്ള നല്ല നിയ്യത്താണ് അവന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന്റെ അമലുകളൊന്നും നഷ്ടപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ റമളാനിന് ശേഷവും ധാരാളം പുണ്യമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ പൊരുത്തം കരഗതമാക്കുവാനും ഇനി ഇതുപോലെയുള്ള ഒരുപാട് പുണ്യമായ റമളാൻ ശരീഫുകളെ നമ്മുടെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുവാനും ഇബാദത്തുകളെ കൊണ്ട് നമ്മുടെ ആത്മാവിനെ ധന്യമാക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.